ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഫോർത്ത് മൊഡ്യൂൾ വളരെ ചെറിയ മൊഡ്യൂളാണ്. പെട്ടെന്ന് തന്നെ 3-4 ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഫോർത്ത് മൊഡ്യൂൾ തീർക്കാൻ കഴിയും. ഓക്കെ, സോ വാട്ട് ഈസ് ഫോർത്ത് മൊഡ്യൂൾ അബൌട്ട്? പബ്ലിക് ഡെപ്റ്റ് ആൻഡ് ബജറ്റ്. ഒരു ഗവൺമെൻറ്റിൻ്റെ കടത്തിനെക്കുറിച്ചും പബ്ലിക് ഡെപ്റ്റിനെക്കുറിച്ചും ബജറ്റിനെ കുറിച്ചുമാണ് ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. Public debt in simple words refers to loans raised by a government within the country or outside. ഒരു ഗവൺമെൻറ് ആ രാജ്യത്തിനുള്ളിൽ നിന്നോ പുറത്തു നിന്നോ കടം വാങ്ങുന്നതിനെയാണ്, ലോൺ എടുക്കുന്നതിനെയാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് വിളിക്കുന്നത്. Every government like individuals has to borrow when its expenditure exceeds its revenue. വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയെയും പോലെ ഗവൺമെൻറ്റിനും എന്തുണ്ട്? കടം എടുക്കേണ്ടതുണ്ട്. But it is not a source of revenue like taxes. പക്ഷേ ഇത് ടാക്സിനെ പോലെ വരുമാനത്തിനുള്ള ഒരു മാർഗമല്ല. അഥവാ എപ്പോഴും ലോൺ എടുക്കുക എന്നത് ഒരു ഗവൺമെൻറ് സ്വീകരിക്കാൻ പാടില്ലാത്തൊരു നിലപാടാണ്. അതൊരു വരുമാനത്തിനുള്ളൊരു മാർഗമല്ല. കേവലം പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ എടുക്കാനുള്ള ഒരു ടൂൾ, ഉപയോഗിക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ് എന്ത്? ലോൺ എന്നുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ഡെപ്റ്റ് ആൻഡ് പ്രൈവറ്റ് ഡെപ്റ്റ്. പബ്ലിക് ഡെപ്റ്റും പ്രൈവറ്റ് ഡെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ദ ഗവൺമെൻറ് ക്യാൻ കമ്പൽ ദ പീപ്പിൾ ടു ലെൻഡ് മണി ടു ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുക? ജനങ്ങളെ നിർബന്ധിപ്പിക്കാം, ഞങ്ങൾക്ക്, അതായത് ഗവൺമെൻറ്റിന് കടം തരണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ പ്രൈവറ്റ് കാൺ കമ്പൽ. പക്ഷേ ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തേത്, ദ ഗവൺമെൻറ് ക്യാൻ ടേക്ക് ലോൺസ് ഫോർ എ ലോങ്ങർ പീരിയഡ്. ഒരുപാട് കാലത്തേക്ക് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? ലോൺ എടുക്കാം. വലിയ ലോങ് പീരിയഡ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, ലോങ്ങർ പീരിയഡ്. വൈൽ എ പ്രൈവറ്റ് പേഴ്സൺ ക്യാൻ ബോറോ ഓൺലി ഫോർ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ചെറിയൊരു കാലയളവിന് മാത്രമേ ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് കടമെടുക്കാൻ സാധിക്കുകയുള്ളൂ, ഒരു ഇൻഡിവിജ്വലിന് കടമെടുക്കാൻ സാധിക്കുകയുള്ളൂ. ദ ലോൺ ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഈസ് ജനറലി സ്പെൻഡ് ഓൺ പ്രൊഡക്റ്റീവ് പർപ്പസ്. തേർഡ്, മൂന്നാമത്തെ ഡിഫറൻസ് എന്താണ്? ഗവൺമെൻറ് എടുക്കുന്ന ലോണുകളൊക്കെ പ്രൊഡക്റ്റീവ് പർപ്പസിനുള്ളതായിരിക്കും. ഈ പ്രൊഡക്റ്റീവ് പർപ്പസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം അല്ലെങ്കിൽ വരുമാനം ഗവൺമെൻറ്റിന് ഉണ്ടാകും. ബട്ട് ആൻ ഇൻഡിവിജ്വൽ മേ സ്പെൻഡ് ദ മണി ബോറോഡ് ഫോർ ബോത്ത് പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് പർപ്പസ്. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ എന്തോ, അവൻ കടമെടുക്കുന്നത് പ്രൊഡക്റ്റീവായും അൺപ്രൊഡക്റ്റീവായ പർപ്പസിനൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പ്രൊഡക്റ്റീവ് പർപ്പസ് എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സാലറി കൊടുക്കുക എന്നുള്ളത് അൺപ്രൊഡക്റ്റീവായ ഒരു കാര്യമാണ്. കാരണം അതുമൂലം ഗവൺമെൻറ്റിന് എന്തില്ല? വരുമാനമൊന്നും ലഭിക്കുന്നില്ല. നേരെ മറിച്ച് ഗവൺമെൻറ് കടമെടുത്തുകൊണ്ട് പുതിയൊരു ഇൻഡസ്ട്രി സ്ഥാപിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് എന്തുണ്ട്? അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രൊഡക്റ്റീവും അൺപ്രൊഡക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം. The fourth difference, the government can borrow from external sources like foreign countries, but it is difficult for an individual. ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുക? വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ ഗവൺമെൻറ്റിൽ നിന്നും സംഘടനകളിൽ നിന്നൊക്കെ കടമെടുക്കാം. ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് സാധിക്കില്ല. ഗവൺമെൻറ് ഡെപ്റ്റ് ഈസ് യൂസ് ഫോർ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി, ബട്ട് പ്രൈവറ്റ് ഡെപ്റ്റ് ഈസ് യൂസ് ഫോർ പേഴ്സണൽ ഗെയിൻ. ഗവൺമെൻറ്റിൻ്റെ കടം എന്താണ്? സമൂഹത്തിൻ്റെ, ഒരു സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് ഡെപ്റ്റ് എന്നുള്ളത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ദ ഗവൺമെൻറ് ക്യാൻ റീപേ ദ ലോൺ ത്രൂ ടാക്സിങ് ദ പീപ്പിൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ പ്രൈവറ്റ് ബോറോവർ ടു ലെവി ടാക്സസ്. ഗവൺമെൻറ്റിന് കടം തിരിച്ചടക്കണമെങ്കിൽ ജനങ്ങളിൽ നിന്ന് കൂടുതൽ ടാക്സ് പിരിച്ച് വരുമാനം വർദ്ധിപ്പിച്ച് അതുപയോഗിച്ച് എന്ത് ചെയ്യാം? കടം തിരിച്ചടക്കാം. പക്ഷേ ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ടാക്സ് പിരിക്കുവാനോ അത് ഉപയോഗിച്ചുകൊണ്ട് കടം തിരിച്ചടക്കാനോ സാധിക്കില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ഈസ് വെരി ലോ ആസ് കമ്പയർഡ് ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ എ പ്രൈവറ്റ് ബോറോവർ. ഒരു സ്വകാര്യ വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ ഗവൺമെൻറ് അടക്കുന്ന പലിശ നിരക്ക് വളരെ കുറഞ്ഞ നിരക്കാണ്. പബ്ലിക് ഡെപ്റ്റ് മേക്സ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ഇൻ ദ കൺട്രി, ബട്ട് പ്രൈവറ്റ് ഡെപ്റ്റ് ഡസൻറ്റ്. ഒരു ഗവൺമെൻറ് എടുക്കുന്ന ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നാട്ടിലെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ആ നാട്ടിലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഇൻകം, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യും. പക്ഷേ ഒരു പ്രൈവറ്റ് ഡെപ്റ്റിന് ഇത്തരത്തിലുള്ള എഫക്റ്റുകളൊന്നും ഇല്ല. ദ ഗവൺമെൻറ് ക്യാൻ റിഫ്യൂസ് ടു റീപേ ദ ലോൺ ടേക്കൺ ബൈ ഇറ്റ് ഫ്രം ദ പബ്ലിക്, ബട്ട് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ കാൺ. ഗവൺമെൻറ് ചില സന്ദർഭങ്ങളിൽ എന്താണ്? എടുത്ത കടം ഞങ്ങൾ തിരിച്ചടക്കില്ല. ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൊക്കെ ഗവൺമെൻറ് പറയാറുണ്ട്. പറയാനുള്ള അധികാരം ഗവൺമെൻറ്റിൻ്റെ. പക്ഷേ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് അങ്ങനെ പറയാൻ സാധിക്കില്ല.
ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്. പബ്ലിക് ഡെപ്റ്റിനെ വ്യത്യസ്ത രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നത് പബ്ലിക് ഡെപ്റ്റുകൾക്കിടയിൽ? The differences arise on account of many factors such as to the market in which the loans are floated. ഏതൊരു മാർക്കറ്റിൽ നിന്നാണ് ലോൺ എടുക്കുന്നത്, അതായത് പ്രൈവറ്റ് വ്യക്തികളിൽ നിന്നാണോ അല്ലെങ്കിൽ മറ്റൊരു പബ്ലിക് അതോറിറ്റിയിൽ നിന്നാണോ, പിന്നെ കണ്ടീഷൻസ് ഓഫ് റീപേയ്മെൻറ്റ്, തിരിച്ചടക്കുന്ന രീതി, അതിനനുസരിച്ചും എന്തുണ്ട് ഡെപ്റ്റുകൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ പർപ്പസ് ഓഫ് ബോറോയിങ്, ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് കടമെടുത്തത്, അതിനനുസരിച്ചും എന്താണ് പബ്ലിക് ഡെപ്റ്റ് വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലാസിഫൈ ചെയ്യണം. ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഡെപ്റ്റ്. എന്താണ് ഇൻറ്റേർണൽ, എന്താണ് എക്സ്റ്റേർണൽ ഡെപ്റ്റ്? ഇൻറ്റേർണൽ ഡെപ്റ്റ് റെഫേഴ്സ് ടു ദ പബ്ലിക് ലോൺസ് ഫ്ലോട്ടഡ് വിത്തിൻ ദ കൺട്രി, while external debt refers to the obligation of a country to foreign. Internal debt എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ഉള്ളിൽ നിന്ന് തന്നെ എടുക്കുന്ന ഡെപ്റ്റ്, കടം, ജനങ്ങളിൽ നിന്ന് എടുക്കുന്ന, പൊതുവെ ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് ഗവൺമെൻറ് കടമെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത് ഇവിടെ, പബ്ലിക് ലോൺസ് ഫ്ലോട്ടഡ് വിത്തിൻ ദ കൺട്രി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാലോ, വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഗവൺമെൻറ്റുകളിൽ നിന്നോ IMF, വേൾഡ് ബാങ്ക് തുടങ്ങിയ സംഘടനകളിൽ നിന്നൊക്കെ കടമെടുക്കുന്നതാണ് എന്ത്, എക്സ്റ്റേണൽ ഡെപ്റ്റ്. പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ്. പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് ആർ ദോസ് വിച്ച് ആർ യൂസ് ഫോർ പ്രൊജക്ട്സ് വിച്ച് yield ആൻ ഇൻകം ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വരുമാനമുണ്ടാകുന്ന ഒരു പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രൊഡക്റ്റീവ് ഡെപ്റ്റ്. Unproductive debt are those which do not yield an income. ഒരു ഇൻകം ഉണ്ടാക്കാത്ത ഡെപ്റ്റുകളെയാണ്, അല്ലെങ്കിൽ വരുമാനമുണ്ടാക്കാത്ത ഒന്നിനു വേണ്ടിയാണ് നമ്മൾ കടമെടുക്കുന്നതെങ്കിൽ അതാണ് അൺപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സാലറി കൊടുക്കാൻ വേണ്ടിയൊക്കെയാണ് കടമെടുക്കുന്നതെങ്കിൽ അതൊക്കെ ഈ കാറ്റഗറിയിൽ അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ് കാറ്റഗറിയിലാണ് പെടുക. ദസ് ഇറ്റ് ഈസ് കോൾഡ് ഡെഡ് വെയ്റ്റ് ഡെപ്റ്റ്. അതുകൊണ്ട് തന്നെ അതിന് വേറൊരു പേരുണ്ട്, എന്താണ്, ഡെഡ് വെയ്റ്റ് ഡെപ്റ്റ് എന്നുള്ളത്. റിഡീമബിൾ ആൻഡ് ഇർറിഡീമബിൾ ഡെപ്റ്റ്. എന്താണത്? Redeemable debt refers to those loans which the government promises to pay off at some future date. ഭാവിയിൽ തിരിച്ചടക്കും എന്ന് ഗവൺമെൻറ് ഉറപ്പ് കൊടുക്കുന്ന കടങ്ങളെയാണ് റിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇർറിഡീമബിൾ ഡെപ്റ്റ് ആർ ദോസ് വിച്ച് ആർ നെവർ റിട്ടേൺ ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് ഒരിക്കലും തിരിച്ചടക്കാത്ത ലോണുകളെയാണ് അല്ലെങ്കിൽ ഡെപ്റ്റുകളെയാണ് ഇർറിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഡെപ്റ്റ്. എന്താണ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഡെപ്റ്റ്? ഷോർട്ട് ടേം ഡെപ്റ്റ്സ് ആർ ദോസ് വിച്ച് മേ മെച്യൂർ വിത്തിൻ എ പീരിയഡ് ഓഫ് 3 to 9 months. അതായത് വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തിരിച്ച് അടയ്ക്കേണ്ട കടങ്ങളെയാണ്, ഡെപ്റ്റുകളെയാണ് എന്ത് പറയുന്നത്, ഷോർട്ട് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത്. അഥവാ 3-9 മാസത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ട ഡെപ്റ്റുകൾ. ലോങ് ടേം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലയളവ് എന്താണ്, കുറച്ച് കൂടുതൽ ആയിരിക്കും. Next classification, voluntary and compulsory debt. Voluntary debt is a debt which is paid without any legal enforcement. പ്രത്യേകിച്ച് നിയമബാധ്യതകളൊന്നും നിയമവശങ്ങളൊന്നുമില്ലാതെ നിയമപരമായി അല്ലാതെ തിരിച്ചടക്കേണ്ട ഡെപ്റ്റുകളെയാണ് എന്ത് പറയുന്നത്, വോളണ്ടറി ഡെപ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പീപ്പിൾ വോളണ്ടറി ആൻഡ് വില്ലിംഗ്ലി സബ്സ്ക്രൈബ് ടു ഗവൺമെൻറ് ലോൺസ്. അതായത് ജനങ്ങൾ സ്വതാൽപര്യാർത്ഥമാണ് എന്ത്, ഗവൺമെൻറ്റിന് കടം കൊടുക്കുന്നത്. കമ്പൽസറി ഡെപ്റ്റ് ഇംപ്ലൈസ് ഫോഴ്സ്. ചിലപ്പോൾ കമ്പൽസറി ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ജനങ്ങളോട് കൽപ്പിക്കും, ഓർഡർ ഇറക്കും, ജനങ്ങൾ എന്ത് ചെയ്യണം, ഇത്ര സംഖ്യ ഗവൺമെൻറ്റിന് കടമായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ബോണ്ട് പേപ്പർ വാങ്ങണം എന്ന് നിയമം ഇറക്കും. അതാണ് കമ്പൽസറി ഡെപ്റ്റ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സ്വതാൽപര്യാർത്ഥം ഗവൺമെൻറ്റിന് കടം കൊടുക്കുകയാണെങ്കിൽ അതാണ് എന്ത്, വോളണ്ടറി ഡെപ്റ്റ്. മാർക്കറ്റബിൾ ആൻഡ് നോൺ മാർക്കറ്റബിൾ ഡെപ്റ്റ്. എന്താണ് മാർക്കറ്റബിൾ ഡെപ്റ്റ്? മാർക്കറ്റബിൾ ഡെപ്റ്റ് ഈസ് വൺ ഇൻ വിച്ച് ദ സെക്യൂരിറ്റീസ് ആർ നെഗോഷ്യബിൾ ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ ഗവൺമെൻറ് കടമെടുക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ട്രഷറി ബില്ലുകൾ ഇറക്കും, കടപ്പത്രം. ഈ ട്രഷറി ബില്ല് എന്ത് ചെയ്യുക, അത് പിന്നെ ബാങ്കുകൾ, അതായത് നോർമൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വാങ്ങുന്നു. അതിന് തത്തുല്യമായൊരു സംഖ്യ ആർക്ക് കൊടുക്കുന്നു, ഗവൺമെൻറ്റിന്, RBIക്ക് കൊടുക്കുകയുമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നൊരു സംവിധാനം. അപ്പോൾ ഈ ട്രഷറി ബില്ല് എന്ന് പറയുന്നത് എന്താണ്, ഇത് ബാങ്കുകൾക്ക് എന്താണ്,
ആവശ്യത്തിനനുസരിച്ച് ട്രേഡ് ചെയ്യാം. ചിലപ്പോൾ ട്രഷറി ബില്ലുകളുടെ വില കൂടും. അപ്പോൾ ബാങ്കുകൾക്ക് എന്ത് ചെയ്യും? അത് മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ബിസിനസ് ചെയ്യാം അത് ഉപയോഗിച്ചിട്ട്. അതിനെയാണ് മാർക്കറ്റബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നോൺ മാർക്കറ്റബിൾ ഡെപ്റ്റ്, നമ്മളെടുക്കുന്ന കടമൊക്കെ എന്താണ്? നോൺ മാർക്കറ്റബിളാണ്. നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരം പണയത്തിൽ വെച്ചിട്ടാണ് ചിലപ്പോൾ കടമെടുക്കാറുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ച് ആ ആധാരം എന്ത് ചെയ്യാൻ പറ്റില്ല? ബാങ്കിന് മറിച്ച് വിൽക്കുവാനോ അതിനെ വേറെ ആർക്കെങ്കിലും കൊടുക്കുവാനോ ഒന്നും സാധ്യമല്ല. അതാണ് പറഞ്ഞത് നോൺ മാർക്കറ്റബിൾ ഡെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്. ഗവൺമെൻറ് എങ്ങനെയാണ് ഒരു പബ്ലിക് ഡെപ്റ്റ് എടുത്താൽ തിരിച്ചടക്കുക എന്നുള്ളതാണ് റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ് മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ്. ഒരു ഡെപ്റ്റിൻ്റെ തിരിച്ചടവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡംഷൻ എന്ന് പറയുന്നത്. പബ്ലിക് ഡെപ്റ്റ് ഈസ് ടു ബി റീപെയ്ഡ് ബൈ ദ ഗവൺമെൻറ് വിത്ത് ദ ടൈം ഫിക്സ്ഡ് ഫോർ ഇറ്റ്സ് റീപേയ്മെൻറ്റ്. ഏതൊരു കടവും അതിൻ്റെ സമയം എപ്പോഴാണോ ഫിക്സ് ചെയ്തിട്ട്, അത് ഷോർട്ട് ടേം ആകട്ടെ ലോങ് ടേം ആകട്ടെ, അതിനനുസരിച്ച് ഗവൺമെൻറ് എന്ത് ചെയ്യണം? തിരിച്ചടക്കണം. ദ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ബൈ എ ഗവൺമെൻറ് ടു റിഡീം ഇറ്റ്സ് ഡെപ്റ്റ്. ഒരു കടം തിരിച്ചടക്കാൻ ഗവൺമെൻറ് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊന്ന്, ദ ഫസ്റ്റ് വൺ, repudiation of debt. Repudiation of debt, what does it mean? It means that the government refuses to pay the interest as well as the principal. In such cases, government does not recognize its obligation to pay the loan. In a normal, a government does not do so. ഒന്ന്, the first one, repudiation of debt. What does it mean? അത് പറഞ്ഞാൽ ഗവൺമെൻറ് ഞങ്ങൾ കടം തിരിച്ചടക്കുന്നില്ല എന്ന് പറയുക. അതിൻ്റെ ഇൻട്രസ്റ്റ് ആയാലും പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണോ കടമെടുത്തത് അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ, കൊടുക്കേണ്ട പലിശ. ഗവൺമെൻറ് പറയുന്നത് രണ്ടും ഞങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞ് അതവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനെയാണ് റെപ്യൂഡിയേഷൻ ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ സാധാരണ അവസ്ഥയിൽ ഒരു ഗവൺമെൻറ് ഇത്തരത്തിലൊന്നും ചെയ്യുകയില്ല. ദ സെക്കൻഡ് വൺ, കൺവേർഷൻ ഓഫ് ലോൺസ്. എന്താണ് കൺവേർഷൻ ഓഫ് ലോൺസ്? ഇറ്റ് മീൻസ് ദാറ്റ് ആൻ ഓൾഡ് ലോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ന്യൂ ലോൺ. Under this debt, a high interest public debt is converted into a low interest public debt. Here the loan is not repaid but the form of debt is changed. ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇപ്പോൾ ഗവൺമെൻറ് എടുത്ത കടത്തിന്, ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഗവൺമെൻറ് കൺവേർഷൻ ഓഫ് ലോൺസ് എന്ന ഇത് സ്വീകരിക്കും. ഗവൺമെൻറ് എന്ത് ചെയ്യും? ഏതൊരു വ്യക്തിയിൽ നിന്നാണോ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണോ കടമെടുത്ത് അവിടെ പോയിട്ട് ആ ലോണിനെ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് കുറഞ്ഞ പലിശ നിരക്കുള്ള ഒരു ലോണാക്കി മാറ്റിയിട്ട് പിന്നീട് അത് തിരിച്ചടക്കും. അപ്പോൾ ഗവൺമെൻറ്റിന് എന്ത് ലാഭിച്ചു? വലിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ലാഭം ഉണ്ടാകും. അതാണ് കൺവേർഷൻ ഓഫ് ലോൺസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത്, യൂട്ടിലൈസേഷൻ ഓഫ് ബജറ്ററി സർപ്ലസ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ സർപ്ലസ് ഉണ്ടെങ്കിൽ, അധിക വരുമാനമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? കടം തിരിച്ചടക്കാം. അതാണ് യൂട്ടിലൈസേഷൻ ഓഫ് ബജറ്ററി സർപ്ലസ്. The fourth one, terminal annuity. In this method, government pays off the public debt on the basis of terminal annuity into equal annual installments including interest along with principal amount. എന്താണ് terminal annuity എന്ന് പറഞ്ഞാൽ? എന്താണ്? ഗവൺമെൻറ് എല്ലാ വർഷവും ഒരു നിശ്ചിത സംഖ്യ കടത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് എന്ന് ബജറ്റിൽ രേഖപ്പെടുത്തി വെക്കുന്നതിനാണ് ടെർമിനൽ അന്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വർഷം എന്താണ്? ഇത്ര സംഖ്യ കടം തിരിച്ചടക്കുന്നതിന് വേണ്ടി അതിലെന്തുണ്ടാകും? പലിശ ഉണ്ടാകും, പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെയും ഒരു ഭാഗം ഉണ്ടാകും. അതാണ് ടെർമിനൽ അന്വിറ്റി. റീഫണ്ടിങ് മീൻസ് ദ ഇഷ്യൂ ഓഫ് ന്യൂ ബോണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ബൈ ദ ഗവൺമെൻറ് ടു റീപേ ദ ഓൾഡ് മെച്ചുറിംഗ് ഡെപ്റ്റ്സ്. യൂഷ്വലി ഷോർട്ട് ടേം ഡെപ്റ്റ്സ് ആർ റീപ്ലേസ്ഡ് ബൈ ന്യൂ ലോങ് ടേം ഡെപ്റ്റ്സ്. എന്താണ് ഈ റീഫണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഉള്ള കടം തിരിച്ചടക്കാൻ വേണ്ടി പുതിയ കടമെടുക്കുന്ന സംവിധാനം. ഗവൺമെൻറ് കടമെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബോണ്ട്, സെക്യൂരിറ്റികളൊക്കെ പ്രിൻ്റ് ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് കടമെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ള കടം തിരിച്ചടക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യും? പുതിയ കടമെടുക്കും. അതാണ് റീഫണ്ടിങ്. യൂഷ്വലി ഷോർട്ട് ടേം ഡെപ്റ്റ്സ് ആർ റീപ്ലേസ്ഡ് ബൈ ന്യൂ ലോങ് ടേം ഡെപ്റ്റ്സ്. ഷോർട്ട് ടേം ഡെപ്റ്റുകളൊക്കെ, സാധാരണ ഷോർട്ട് ടേം ഡെപ്റ്റുകളൊക്കെ പുതിയ ലോങ് ടേം ഡെപ്റ്റ് എടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യാറുള്ളത്? തിരിച്ച് അടക്കാറുള്ളത്. ഇൻ റീഫണ്ടിങ് ദ ഓൾഡ് ഡെപ്റ്റ്സ് ഈസ് ആക്ച്വലി പെയ്ഡ് ഓഫ് ബൈ ഫ്ലോട്ടിങ് എ ന്യൂ ലോൺ. റീഫണ്ടിങ്ങിൽ പഴയ ഡെപ്റ്റുകൾ പുതിയ ഡെപ്റ്റ് എടുത്തുകൊണ്ടാണ്, പുതിയ കടമെടുത്തുകൊണ്ട്
അടക്കുകയാണ് ചെയ്യാറുള്ളത്. ഇൻ കൺവേർഷൻ ദർ ഈസ് എ വേരിയേഷൻ ഇൻ ദ ഒറിജിനൽ ടേംസ് ഓഫ് ലോൺസ്. പക്ഷേ കൺവേർഷനിൽ എന്താ വരുന്നത്? നേരത്തെ കൺവേർഷൻ ഓഫ് ഡെപ്റ്റ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഈ റീഫണ്ടിങ്ങും കൺവേർഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. അപ്പോൾ കൺവേർഷനിൽ എന്താ സംഭവിക്കുന്നത്? ദർ ഈസ് എ വേരിയേഷൻ ഇൻ ദ ഒറിജിനൽ ടേംസ് ഓഫ് ലോൺ. ലോണിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവത്തിൽ തന്നെ മാറ്റം സംഭവിച്ചു. അതായത് അതിൻ്റെ പലിശ നിരക്കിലൊക്കെ മാറ്റമുണ്ടായി. റീഫണ്ടിങ്ങിൽ എന്താണ്? പഴയ ഡെപ്റ്റ് അടച്ചു തീർക്കാൻ വേണ്ടി പുതിയ കടം എടുക്കുക. ഓക്കെ. നെക്സ്റ്റ്, കമ്പൽസറി റിഡക്ഷൻ ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ്. ദിസ് മെത്തേഡ് ഈസ് നോട്ട് പോസിബിൾ ടു അഡോപ്റ്റ് ഇൻ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കൺട്രി. എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്? ഗവൺമെൻറ് കമ്പൽസറിലി ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് എന്നുള്ളത് സാധാരണ അവസ്ഥയിലൊന്നും നടക്കുന്നതല്ല. പക്ഷേ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ, ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് ഒരു രാജ്യം കടന്നു പോകുന്നതെങ്കിൽ മാത്രമാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുള്ളൂ? ഇത്തരത്തിലുള്ള രീതികൾ സ്വീകരിക്കുകയുള്ളൂ. The next one, year-wise partial repayment. This is a method by which part of debt is repaid every year from the budget revenues. എല്ലാ വർഷവും എത്രയാണോ പ്രിൻസിപ്പൽ എമൗണ്ട്, എത്രയാണോ ഇൻട്രസ്റ്റ്, അതിൻ്റെ ഒരു പാർട്ട് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നു? തിരിച്ചടക്കുന്നു. അത് ബജറ്റിലെ റവന്യൂവിനനുസരിച്ചാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? അത് റീപേയ്മെൻറ്റ് ചെയ്യുന്നത്. The next one, sinking fund. So what is a sinking fund? Sinking fund is considered the best systematic and planned method of redeeming public debt. The government allocates a certain amount of revenue every year for the റീപേയ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് എന്ത്? ഏറ്റവും സിസ്റ്റമാറ്റിക്കും പ്ലാൻഡും ആയ ഒരു കടം തിരിച്ചടക്കുന്നതിൽ ഏറ്റവും സിസ്റ്റമാറ്റിക്കും പ്ലാൻഡ് ആയ ഒരു സംവിധാനമാണ് സിങ്കിങ് ഫണ്ട് എന്നുള്ളത്. അതായത് ഗവൺമെൻറ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു നിശ്ചിത സംഖ്യ എന്തൊക്കെ മാറ്റിവെക്കും? സിങ്കിങ് ഫണ്ട് എന്ന കാറ്റഗറിയിലേക്ക് മാറ്റിവെക്കും. അപ്പോൾ ആ വർഷം ഏതെങ്കിലും കടം തിരിച്ചടക്കണമെങ്കിൽ അത് ഉപയോഗിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഹിയർ ദർ ആർ ടു ടൈപ്സ്. Certain sinking fund where a fixed sum of money is deposited by the government every time. രണ്ട് ടൈപ്പ് സിങ്കിങ് ഫണ്ട് ഉണ്ട്. സർട്ടൺ സിങ്കിങ് ഫണ്ട് ആൻഡ് അൺസർട്ടൺ സിങ്കിങ് ഫണ്ട്. എന്താണ് സർട്ടൺ സിങ്കിങ് ഫണ്ട്? ബജറ്റ് ഏത് സ്വഭാവത്തിലുള്ളതാണെങ്കിൽ, അഥവാ ബജറ്റ് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ ഉള്ളത് എന്നതനുസരിച്ചല്ല, എപ്പോഴും ബജറ്റിൽ എന്ത് ചെയ്യും? ഒരു നിശ്ചിത സംഖ്യ ഗവൺമെൻറ് സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റിവെക്കും. പിന്നീട് എപ്പോഴാണ് കടമുണ്ടാകുന്നത് അപ്പോൾ അത് തിരിച്ചടക്കാൻ. അതാണ് സർട്ടൺ സിങ്കിങ് ഫണ്ട്. അൺസർട്ടൺ സിങ്കിങ് ഫണ്ടോ എപ്പോഴാണോ എന്തുണ്ടാകുന്നത്? സർപ്ലസ് ഉണ്ടാകുന്നത് ബജറ്റിൽ, അപ്പോൾ മാത്രം സിങ്കിങ് ഫണ്ടിലേക്ക് നീക്കി വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? അൺസർട്ടൺ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗവൺമെൻറ് ഉപയോഗിക്കുന്ന രീതികൾ. കടം തിരിച്ചടക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. റെപ്യൂഡിയേഷൻ ഓഫ് ഡെപ്റ്റ്, കൺവേർഷൻ ഓഫ് ലോൺസ്, യൂട്ടിലൈസേഷൻ ഓഫ് ബജറ്ററി സർപ്ലസ്, terminal annuity, refunding, compulsory reduction in rate of interest, year-wise partial repayment, sinking fund. അടുത്തത് the next one, capital levy. ഇതാണ് ലാസ്റ്റത്തെ സംവിധാനം. It is a heavy tax on property and certain assets levied exclusively for the repayment of public debt. ഗവൺമെൻറ്റിന് പെട്ടെന്നൊരു വലിയ കടം തിരിച്ചടക്കേണ്ടതുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? വലിയ വലിയ ലക്ഷറി ഐറ്റംസിൻ്റെ ടാക്സ് വളരെയധികം വർദ്ധിപ്പിക്കുന്നു. ഇറ്റ് ഈസ് വൺ ടൈം ടാക്സ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ടു ബി ലെവീഡ് ഇയർ ആഫ്റ്റർ ഇയർ. ഒരു നിശ്ചിത സമയത്ത് മാത്രമേ ഇത്തരത്തിലുള്ള ടാക്സ് ഉണ്ടാവുകയുള്ളൂ. അതായത് വലിയ ഭൂമിക്ക് അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾക്ക്, ഫ്ലാറ്റുകൾക്കൊക്കെ ഗവൺമെൻറ് എക്സ്ട്രാ ടാക്സ്. അപ്പോൾ ഇത് കുറഞ്ഞ കാലത്തിന്, ഒരു 4 മാസത്തിന്, 5 മാസത്തിന്, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 1 വർഷത്തിനൊക്കെയുള്ള ടാക്സ് ആയിരിക്കും. അതിനപ്പുറം ഇത്തരത്തിലുള്ള ടാക്സുകൾ ഗവൺമെൻറ് എന്ത് ചെയ്യില്ല? കളക്ട് ചെയ്യില്ല. ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ്സ് ആർ പുട്ട് ഫോർവേഡ് ഇൻ ഫേവർ ഓഫ് ക്യാപിറ്റൽ ലെവി. ക്യാപിറ്റൽ ലെവിക്ക് അനുകൂലമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓൺലി ദ റിച്ച് ആർ അഫക്റ്റഡ് ആൻഡ് പുവർ ആർ ലെഫ്റ്റ് ഔട്ട്. കാരണം എന്താണ്? വില കൂടിയ ക്യാപിറ്റൽ വസ്തുക്കൾക്കാണ് ഇത്തരത്തിലുള്ള ടാക്സ് ഗവൺമെൻറ് ചുമത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് റിച്ചർ സെക്ഷനെയേ ബാധിക്കുകയുള്ളൂ, പുവർ സെക്ഷനെ ബാധിക്കില്ല. ഓൺലി എഫക്റ്റീവ് വേ ഓഫ് ഇമ്മീഡിയറ്റ് ലിക്വിഡേഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്. ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് പെട്ടെന്ന് തിരിച്ചടക്കാനുള്ള ഒരു വഴി ഇത് മാത്രമാണ്.
ഇറ്റ് സാറ്റിസ്ഫൈസ് എ കനോൺ ഓഫ് ഇക്വിറ്റി. ടാക്സേഷനിൽ നമ്മൾ പഠിച്ച കനോൺ ഓഫ് ഇക്വിറ്റി ഉണ്ടല്ലോ, അപ്പോൾ കനോൺ ഓഫ് ഇക്വിറ്റിനെ ഇതെന്ത് ചെയ്യുന്നു? സാധൂകരിക്കുന്നു. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് ഇൻഫ്ലേഷൻ. മാത്രവുമല്ല ടാക്സ് ആയതുകൊണ്ട് തന്നെ, ഇത്തരത്തിലുള്ള ടാക്സ് ആയതുകൊണ്ട് തന്നെ അത് പ്രൈസിനെ ബാധിക്കുകയില്ല. അതുകൊണ്ട് ഇൻഫ്ലേഷന് കാരണമാവുകയുമില്ല. കാരണം ഒരു നിശ്ചിത കാലയളവിന് ശേഷം എന്ത് ചെയ്യും? ആ ടാക്സ് ഇല്ലാതാകും. ക്വിക്ക് പേയ്മെൻറ്റ് ഈസ് പോസിബിൾ. ഗവൺമെൻറ്റിന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? കടം തിരിച്ചടക്കാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു റെഡ്യൂസ് ദ ഡിസ്പാരിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ. വെൽത്ത് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഡിസ്പാരിറ്റി, ആ ഒരു വ്യത്യാസം, പാവപ്പെട്ടവനും പണക്കാരനും ഇടയിലുള്ള ഒരു വ്യത്യാസം, അത് കുറച്ച് കൊണ്ടുവരാനും ഇത് കാരണമാകും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താണ്? ക്യാപിറ്റൽ ലെവിക്ക് ഒരുപാട് ആളുകൾ അതിനെ അനുകൂലിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ വായിച്ച് നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.